ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഇനി മുട്ടക്കറി വയ്ക്കാനായിട്ട് നിങ്ങളിനി മുട്ട സെപ്പറേറ്റ് വേവിച്ച് ടൈം ഒന്നും കളയണ്ട. സവാള നമ്മൾ കുക്കറി വേവിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മുട്ടയും വേവിച്ചെടുക്കാവുന്നതാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള 3 കിച്ചൺ ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂട്ടോ. നമ്മൾ സവാള വഴറ്റാതെയാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് സവാള കുക്കറിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മസാലകൾ ചേർക്കുന്നില്ല. സവാള വേകാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നന്നായി കഴുകി ക്ലീനാക്കിയതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് എത്ര മുട്ട വേണമോ അതനുസരിച്ച് മുട്ട വെച്ച് കൊടുക്കാം. ഞാൻ മസാലകൾ കടുക് താളിച്ച് മൂപ്പിച്ച് ആണ്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ എല്ലാ മസാലകളും ചേർത്ത് വേണമെങ്കിൽ മുട്ടക്കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പം ആ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. 1 വിസിലും കൂടെ വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. സിമ്പിളാണ്. നമ്മൾ മുട്ട വേകുന്ന ടൈമിൽ തന്നെ സവാളയും വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. മുട്ടയൊന്നും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ടയൊന്നും പൊട്ടിപ്പോകത്തുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോടെല്ലാം ഇളകി കിട്ടുകയും ചെയ്യും. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ഇത് വെച്ചാണ് അടപ്പ് മാറ്റുന്നത്. ഇനി ഈ സാധനത്തിൻ്റെ ബേക്ക് സൈഡ് കൊണ്ട് തന്നെ, ഇതിൻ്റെ പേരെനിക്കറിയില്ല, മുട്ടയും നമുക്ക് എടുക്കാനൊക്കെ സിമ്പിളാണ്. ഇനി ഉള്ളിയും സവാള കൊച്ചുള്ളിയൊക്കെ പെട്ടെന്ന് തൊലി കളയാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് വച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫുൾ വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനൽ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂട്ടോ. ഇനി നമുക്ക് കരിമീൻ, ചെമ്പല്ലി മീനൊക്കെ വൃത്തിയാക്കാനായിട്ട് കുറച്ച് പാടാണ്. ഞാനീ പറയുന്ന രീതിക്കാണെങ്കിൽ ചെമ്പല്ലി മീനാണെങ്കിലും കരിമീനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചിറകെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചിറകെല്ലാം വെട്ടിയതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുക്കുക. കണ്ടോ, ചെമ്പല്ലി മീനൊക്കെ തന്നെ നമ്മൾ ഞാലെടുക്കുമ്പോഴത്തേക്ക് അതിന് ഞാലെന്നാണ് നമ്മൾ ഈ നാട്ടിലൊക്കെ പറയുന്നത്, നമ്മുടെ ഫേസിലൊക്കെ തെറിക്കുകയും പെട്ടെന്ന് ഇളകി വരികയില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുക്കുക. അതിനുശേഷം ആ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇത് ഞാൻ മീനൊക്കെ ഇതേപോലെ തൊലി കളയാനായിട്ടൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വച്ചിരിക്കുന്ന പുളിയാണ്. ഇത് നമ്മൾ പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തോടെല്ലാം മാറ്റിക്കളയുക. നന്നായിട്ട് മാക്സിമം പിഴിഞ്ഞെടുക്കുക. ഒരുപാട് നേരം ഏത് മീനായാലും പുളിവെള്ളത്തിൽ ഇട്ടേക്കരുത്. അത് കറി വെച്ചാൽ പിന്നെ അതിന് ടേസ്റ്റ് കുറയും. ഞാനിപ്പോൾ ചെമ്പല്ലി മീനാണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. 1/2 മണിക്കൂർ കൂടുതലൊന്നും നമ്മൾ മീൻ പുളിവെള്ളത്തിൽ ഇടാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ദേ കണ്ടോ, കരിമീനൊക്കെ നമ്മൾ കൈ കൊണ്ട് ദേ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത്ര സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കിച്ചണിലേക്ക് സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ എപ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഇതേപോലെ അഴുക്കായിരിക്കും. ഒരുപാട് പഴക്കമുള്ള വീട്ടിലൊക്കെ ആയിരിക്കും ഇത്രത്തോളം കരി പിടിച്ചിരിക്കുന്നത്. പുതിയ വീട്ടിലൊന്നും ഇതിൻ്റെ പ്രശ്നം കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൾഗേറ്റ് ഉപയോഗിക്കാം. ഏത് കളർ കോൾഗേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. സ്വിച്ച് ബോർഡ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ മെയിൻ സ്വിച്ച് ഓഫാക്കാനായിട്ട് മറക്കരുത്. മെയിൻ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മാത്രം പേസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേസ്റ്റ് ബ്രഷിൽ നന്നായിട്ട് സ്വിച്ച് ബോർഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നനഞ്ഞ കോട്ടൺ ടവൽ കൊണ്ട്, വെള്ളം നനയ്ക്കരുത്, ചെറിയൊരു നനവ് മാത്രമേ ടവലിൽ കാണാൻ പാടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. നല്ല ക്ലീനാക്കി കിട്ടും. ടവല് നന്നായിട്ട് പിഴിയണമെന്ന് പറഞ്ഞാൽ ഒരല്പം വെള്ളം ടവലിൽ തളിച്ചതിന് ശേഷം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മാത്രം മതി. ഇനി അടുത്ത ടിപ്പാണ്, നമ്മൾ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ഈ കുക്കറിൽ നിന്ന് ഗ്യാസിലേക്ക് പൊങ്ങിക്കളയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പലരും കുക്കറിൻ്റെ അടപ്പിലും വാഷറിലുമൊക്കെ എണ്ണ പുരട്ടാറുണ്ട്. അതിന് പകരം നമുക്ക് ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വച്ചാൽ പോലും ഈ കുക്കറിൻ്റെ മേൽ അടപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതല്ലാതെ താഴേക്ക് ഗ്യാസിലേക്കൊന്നും പുറത്തേക്ക് പരിപ്പ് പൊങ്ങിത്തെറിക്കില്ല. പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. യൂസ്ഫുൾ ടിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.